ടെക്നിക്കലി ഗുഡ് എന്ന് പറയാവുന്ന പക്ഷെ കഥ കൊണ്ട് ആവറേജ് ആയി പോയ ഒരു സിനിമയാണ് ലീ ക്രോണിൻസ് ദ മമ്മി. 2023 ഇറങ്ങിയ ഈവിൾ ഡെഡ് റൈസ് എന്ന സിനിമ സംവിധാനം ചെയ്ത ലീ ക്രോണിനാണ് ഈ സിനിമയുടെ ഡയറക്ടർ. അത് നമുക്ക് ഈ പടം കാണുമ്പോൾ തന്നെ ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. ജാക്ക് റെയ്നർ, ലെയ കോസ്റ്റ, നാത്തലി ഗ്രേസ് തുടങ്ങിയവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഇംഗ്ലീഷ് സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ സിനിമയെ കുറിച്ച്. ഇതിന്റെ പ്ലോട്ട് പറഞ്ഞാൽ ഒരു TV ചാനൽ ജേർണലിസ്റ്റിന്റെ 8 വയസ്സുള്ള മകളെ കാണാതെ പോകുന്നു. പക്ഷെ 8 വർഷം കഴിഞ്ഞ് ഒരു മമ്മിയുടെ പെട്ടിയിൽ അതിനെ തിരിച്ചു കിട്ടുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ഒരു ജസ്റ്റ് ഓക്കെ ഹൊറർ പടമായിട്ട് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയുള്ളൂ. ഒരു വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ടെക്നിക്കലി നൈസ് ആയിട്ടുണ്ട്. പക്ഷെ കഥ ആൻഡ് പല കാര്യങ്ങളും എല്ലാം സ്ഥിരം ഹൊറർ പടങ്ങളിലും കാണുന്ന ക്ലീഷ ഐറ്റംസ് ഒക്കെ തന്നെയാണ്. ഹൊറർ പടമായിട്ട് എനിക്ക് അങ്ങനെ പേടിയൊന്നും തോന്നിയില്ല. കുറച്ച് ബോഡി ഹൊറർ എലമെന്റ്സ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് അറപ്പ് തോന്നുന്ന കുറച്ച് സീനുകൾ പടത്തിലുണ്ട് എന്ന് മാത്രം. സോ ഭയമല്ല, ഇത്തരം അറപ്പ് തോന്നിക്കുന്ന രംഗങ്ങളുണ്ട് എന്നുള്ള ഒരു ജാഗ്രത മാത്രം ഉണ്ടായാൽ മതി. റീ ഇമാജിനിങ് ദ മമ്മി ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാണ് സിനിമ വന്നിട്ടുള്ളത്. പക്ഷെ പഴയ ദ മമ്മി റിട്ടേൺസുമായിട്ടൊന്നും ഈ പടത്തിന്റെ കഥയ്ക്ക് അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് കാണാത്തവർക്കും ഈ പടം കാണാം ഒരു ഫ്രഷ് സിനിമയായിട്ട്. മമ്മിയായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ ഇതിലും കഥയ്ക്ക് ഈജിപ്തുമായിട്ട് ബന്ധമുണ്ട്. നായകനും കുടുംബവും ആദ്യം കൈറോയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് കുട്ടിയെ കാണാതെ പോകുന്നത്. പിന്നെ അവിടെ ഒരു മമ്മിയുണ്ട്. ഇതൊക്കെ ഉള്ളൂ. അല്ലാതെ ബ്രണ്ടൻ ഫ്രേസർ ഒക്കെ അഭിനയിച്ച പഴയ മമ്മിയിലെ ക്യാരക്ടേഴ്സോ ആ കഥയുമായിട്ടോ ഇതിന് യാതൊരു കണക്ഷനും ഇല്ല. ഈ ഡയറക്ടറുടെ ഈവിൾ ഡെഡ് റൈസ് സിനിമ കണ്ട ആൾക്കാർക്കറിയാം പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് പക്ക ഇതിലും പിന്തുടർന്നിട്ടുണ്ട്. ഇത് കണ്ടാൽ ഈവിൾ ഡെഡ് റൈസിന്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെ തോന്നുകയുള്ളൂ. അതിനകത്തെ പോലെ തന്നെ ഒരു ഫാമിലി 3 പിള്ളേര്, അവരെ ബാധിക്കാൻ വരുന്ന ഒരു ദുഷ്ടശക്തി. ഇത്തവണ അത് മമ്മിയാണ് എന്ന് മാത്രം. പിന്നെ ക്ലൈമാക്സിൽ ഒരു ബൂമറാങ് പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നായകൻ ചാർലി എന്ന ആ ഒരു അച്ഛൻ കഥാപാത്രമായിട്ട് വരുന്നത് ജാക്ക് റെയ്നർ ആണ്. ഭാര്യ ലാരിയായിട്ട് വന്ന ലെയ കോസ്റ്റ, അവരുടെ കാണാതായ മകൾ, പിന്നെ തിരിച്ചു കിട്ടുന്ന കുട്ടിയായിട്ട് വരുന്ന നാത്തലി ഗ്രേസ്. ഇവരുടെ എല്ലാം പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടേത്. വേറെ 2 കുട്ടികൾ കൂടി പടത്തിലുണ്ട്. പിന്നെ ഒരു ഡിറ്റക്റ്റീവ് ഉണ്ട്, സാക്കി എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ ഡിറ്റക്റ്റീവ്. ആ ക്യാരക്ടറായിട്ട് വന്ന മെയ് കലാമിയുടെ പെർഫോമൻസും കൊള്ളാം. പിന്നെ ഇവരുടെ അമ്മൂമ്മ, ആ ഒരു മാജിക്കുകാരി സ്ത്രീയും നൈസ് ആയിട്ട് തോന്നി. ടെക്നിക്കൽ സൈഡിൽ പടം നല്ലതാണ്. ഇവരുടെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. സൗണ്ട് ഡിസൈൻ കൊള്ളാമായിരുന്നു. നിസ്സാരമീന നഖം മുറിക്കുന്ന അല്ലെങ്കിൽ ഹെയർ ഡ്രൈ ചെയ്യുന്ന സീനൊക്കെ ഭയങ്കര ശബ്ദമിശ്രണമൊക്കെ നടത്തി നമ്മളെ പേടിപ്പിക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് പേടിയൊന്നും വരില്ല. കാര്യം ഈ സൗണ്ട് ഒക്കെ കൊണ്ട് തിയേറ്ററിൽ ഇതിങ്ങനെ കണ്ടിരിക്കാനായിട്ട് രസമാണ്. പിന്നെ ക്യാമറ കളർ ടോൺ ഒക്കെ കൊള്ളാമായിരുന്നു. പഴയ 70s-ലും 80s-ലും ഇടയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഒരു ക്യാമറ ആംഗിൾ ഉണ്ട്. ഈ ഡയറക്ടറുടെ ഈവിൾ ഡെഡ് റൈസിൽ അത് തിരിച്ചു കൊണ്ടുവന്നതായിട്ട് ഞാൻ കണ്ടു. ഇതിലും അതുണ്ട്. പേഴ്സണലി എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു പെൺകൊച്ചിന്റെ മേക്കപ്പ് ഒക്കെ കൊള്ളാമായിരുന്നു. അതിന്റെ ഒറിജിനൽ ലുക്ക് കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ വേറെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഇതിലെ മമ്മി ഒട്ടും സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് മെയിൻ നെഗറ്റീവ്. അവരെ കാണുമ്പോൾ നമുക്ക് ഒരു പേടി തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഒരു നിർഗുണ മമ്മിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ക്ലീഷ സംഭവങ്ങൾ ഹൊറർ പടങ്ങളിൽ മാത്രമുള്ള രാത്രിയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന കൊച്ചു പിള്ളേര്, ഇവരെ മൈൻഡ് ചെയ്യാതെ വേറെ കാര്യം ചെയ്യുന്ന അച്ഛനമ്മ. ഇതിലാണെങ്കിൽ ലാസ്റ്റിൽ വലിയ പുകലൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനമ്മമാരുടെ ശ്രദ്ധ വേറെ കാര്യത്തിലാണ്. അങ്ങനത്തെ പരിപാടി ഇതിലുണ്ട്. പിന്നെ എന്നെ പോലെ കുറച്ച് പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് ഈ മമ്മി പടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പഴയ ദ മമ്മി ആൻഡ് മമ്മി റിട്ടേൺസ് ഇതൊക്കെയാണ്. ഇപ്പൊ പുതുതായിട്ട് കാണുന്ന പിള്ളേർക്ക് അതൊരു വലിയ സംഭവമായിട്ടും തോന്നുകയില്ലായിരിക്കും. പക്ഷെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നല്ല കിടു ഹൊറർ പടങ്ങളാണ്. ഒരു നൊസ്റ്റാൾജിയാണെന്ന് പറയാം. അത് വേണമെങ്കിൽ ഒന്നുകൂടെ ഈ ടൈമിൽ കണ്ടാൽ മതിയായിരുന്നു എന്ന് തോന്നി. അവരുടെ പുതിയ സിനിമ എന്തായാലും 2028 വരുന്നുണ്ട് കേട്ടോ. സോ മൊത്തത്തിൽ ഇതൊരു ജസ്റ്റ് ഓക്കെ പടം. വലിയ പുതുമയോ വൻ സംഭവമോ ഒന്നുമല്ല. പേടിക്കാനില്ല, പക്ഷെ കുറച്ച് അറപ്പ് തോന്നുന്നു മാത്രം. സോ ഭയം വേണ്ട, ജാഗ്രത മതി. ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തിയേറ്ററിൽ കണ്ടാൽ കുറച്ചുകൂടെ ഭേദമായിട്ട് തോന്നും. അത്രേ ഉള്ളൂ. പടം തിയേറ്ററുകൾ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ 2 മണിക്കൂർ 15 മിനിറ്റ് ആണ് റൺ ടൈം. 18+ ആണ്. അതായത് ഇതിലെ ചില ബോഡി ഹൊറർ കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് അറപ്പ് ഫീൽ ചെയ്യും. അതുകൊണ്ട് മാത്രം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.